ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോലീസ് ഡ്യൂട്ടി ചെയ്തവർ വേതനത്തിനായി കൈനീട്ടുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടാഴ്ച പിന്നിടുമ്പോഴും ബൂത്തുകളിൽ ജോലി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് കൂലി ലഭിച്ചില്ല. 1000-ലധികം വരുന്ന അഭ്യസ്തവിദ്യരും തൊഴിൽരഹിതരുമായ യുവാക്കളാണ് ചെയ്ത സേവനത്തിന് പ്രതിഫലം കിട്ടാതെ കൈനീട്ടേണ്ട അവസ്ഥയിലുള്ളത്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. തെരഞ്ഞെടുപ്പുകൾ നടന്ന മുൻവർഷങ്ങളിൽ ബൂത്തുകളിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വേതനം ലഭിക്കാറാണ് പതിവ്. NSS അംഗങ്ങൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ഡ്യൂട്ടി ചെയ്തത്. വിമുക്ത ഭടന്മാരും ജോലിക്കുണ്ടായിരുന്നു. 2 ദിവസം ജോലി ചെയ്തതിന് 2600 രൂപയാണ് ഇവർക്ക് അനുവദിച്ചത്. പോലീസ് സ്റ്റേഷനുകൾ വഴിയാണ് തുക നൽകേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുക അനുവദിക്കാത്തതിനെ തുടർന്നാണ് നൽകാൻ കഴിയാത്തതെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പോലീസിന് 10 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് ചെലവിനായി അനുവദിച്ചത്. ചെലവഴിച്ച കണക്ക് നൽകിയാൽ മാത്രമേ ഈ തുക നൽകാൻ കഴിയൂ എന്നാണ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടവർ പോലീസിനെ അറിയിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിയ വാഹനങ്ങളുടെ ഇന്ധന ചെലവ്, വീഡിയോഗ്രാഫർമാരുടെ വേതനം, പോലീസുകാരുടെയും സ്പെഷ്യൽ പോലീസുകാരുടെയും ഭക്ഷണത്തുക തുടങ്ങിയ ചെലവുകൾ നടത്തിയത് പോലീസാണ്. ഇതിന്റെ കണക്കുകൾ നൽകിയതായും ഇവർ പറയുന്നു. എന്നിട്ടും ജോലി ചെയ്ത തൊഴിൽരഹിതരായ അഭ്യസ്തവിദ്യരുടെ വേതനം അനുവദിക്കാത്തത് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.